44-ലേക്ക് ബി.ജെ.പിയുടെ ലീഡ് കൂടിയിട്ടുണ്ട്. 44-26 എന്നാണ്. കോൺഗ്രസിന് ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം മേഖല തിരിച്ചു പറയുമ്പോഴും ഇപ്പോൾ ബി.ജെ.പിയുടെ ലീഡ് തന്നെയാണ് കാണുന്നത്. ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ബദൂരിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. കൽക്കാജി മണ്ഡലത്തിൽ എന്തായാലും താൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. ന്യൂസ് 18-നുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ചില പ്രതികരണങ്ങൾ പലയിടത്തു നിന്നും വരികയാണ്. ആം ആദ്മി പാർട്ടി പക്ഷേ തോൽവി സമ്മതിച്ചു എന്നൊരിടത്തും പറയുന്നില്ല, അല്ലെ? കേജ്രിവാളിന്റെ മുന്നേറ്റം അതിന് ഉദാഹരണമാണ് എന്ന് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങൾ പറയുകയാണ്. കേജ്രിവാൾ ആദ്യം പിന്നിലാണെങ്കിലും പിന്നീട് മുന്നിലെത്തി എന്നുള്ളത് അതിന് ഉദാഹരണമായി പറയുകയാണ്. പല മണ്ഡലങ്ങളിലും തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ വികാരം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. 43 സീറ്റുകളിൽ ഇപ്പോഴും ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ്. 27 ആം ആദ്മി പാർട്ടിയുടെ ലീഡ് കൂടുന്നുണ്ട്. പക്ഷേ അത് 36 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും 43 എന്നുള്ളത് ഒരു കംഫർട്ടബിൾ ലീഡായി ബി.ജെ.പിയുടെ മാറുകയാണ്. ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള അപ്ഡേറ്റുകളാണ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് ന്യൂസ് 18-ലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ അതൊന്നും വന്നിട്ടില്ല, അത്രയും വന്നിട്ടില്ല. ഇത് ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള വിവരം അനുസരിച്ചാണ് 43 എന്നുള്ള ബി.ജെ.പിയുടെ കണക്കും 27 എന്നുള്ള ആം ആദ്മി പാർട്ടിയുടേതും. ഓരോ റൗണ്ട് എണ്ണുമ്പോഴും പലയിടങ്ങളിലും 12 റൗണ്ട് വരെ ഉണ്ട്, അല്ലെ? 12, 13, 14 റൗണ്ടുകൾ വരെ ഓരോ മണ്ഡലങ്ങളിലും വോട്ടെണ്ണലുണ്ട്. ആ സമയത്തും അപ്ഡേറ്റുകൾ ഓരോ മണ്ഡലത്തിലും പലയിടങ്ങളിലും 6-7 റൗണ്ടുകളായിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ അത്രയും അപ്ഡേറ്റ് വന്നിട്ടില്ല. എങ്കിൽ പോലും ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള അപ്ഡേറ്റ് വിവരങ്ങൾ അനുസരിച്ചാണ് 43 സീറ്റുകളിൽ ബി.ജെ.പിയുടെ ലീഡ്, 27 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ ലീഡ്. കേജ്രിവാൾ മുന്നിൽ, അതീഷ് പിന്നിൽ, മനീഷ് സിസോദിയ മുന്നിൽ. മാത്രമല്ല ബി.ജെ.പി നേതാക്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളാകട്ടെ നേതാക്കളാകട്ടെ രംഗത്ത് വരുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കുമെന്നൊരു പ്രതീക്ഷ അവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നു. രമേശ് ബിദൂടി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം കേജ്രിവാളിന് തുറന്നു കാട്ടപ്പെട്ടു എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും അത്തരം പ്രതികരണം നടത്തുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഏതായാലും ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഏതായാലും 28 സീറ്റ് 2013 ടാലിയാണത്. അതിനൊപ്പമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ബി.ജെ.പി അപ്പോഴും 42 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന് ഒറ്റ സീറ്റിലും ഏതായാലും നിലവിൽ ലീഡില്ല. ഈ 42 എന്ന് പറയുമ്പോൾ ഒരു 36 സീറ്റുകളെങ്കിലും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകളാണ്. അതെ അതെ. അവിടെ 62 നിന്ന് ആം ആദ്മി പാർട്ടി 28 എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ സീറ്റുകളിൽ അവർക്ക് ഇത്തവണ നഷ്ടപ്പെടുന്നു എന്നാണ് സാധ്യത. 28 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 62 സീറ്റുകളുടെ വൻ വിജയം നേടിയ പാർട്ടിയാണ്. അതിനു മുൻപ് 67 സീറ്റുകൾ നേടിയ ആം ആദ്മി പാർട്ടിയാണ് ഇത്തവണ ഇത്രയും പിന്തള്ളപ്പെട്ട് പോരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ റൗണ്ട് കഴിയുമ്പോഴും അപ്പോഴുള്ള വിവരം അനുസരിച്ചാണ് ഈ ലീഡ് നിലയിൽ ചെറിയ മാറ്റങ്ങൾ, അല്ലെ? ചില മണ്ഡലങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള ഇടങ്ങളിൽ അതേ രീതിയിൽ തന്നെയാണ് തുടക്കം മുതലുള്ള കൗണ്ടിംഗ് പോകുന്നത്. 42, 28 എന്നുള്ളതാണ്. ഒരു മണിക്കൂറിനുള്ളിൽ കൃത്യമായ ഒരു ചിത്രം എത്ര സീറ്റുകൾ എന്നുള്ളത് 11-12 മണിയോടുകൂടി കൃത്യമായിട്ടും എത്ര സീറ്റുകൾ ബി.ജെ.പിക്ക്, എത്ര സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് എന്നത് വരും. ദേവേന്ദ്ര യാദവ് രണ്ടാമതുണ്ട് കേട്ടോ കോൺഗ്രസിന്റെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ, അല്ലെ, ബാദ്ലി മണ്ഡലത്തിൽ ചിലപ്പോൾ കോൺഗ്രസിന് ചെറിയ 10 വർഷത്തിന് ശേഷം അവർക്ക് ഒരു MLA ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പല മണ്ഡലങ്ങളിൽ എന്നല്ല മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസ് മൂന്നാമതാണ്. എങ്കിൽ പോലും ബാദ്ലി മണ്ഡലത്തിൽ PCC അധ്യക്ഷന് ജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ഉള്ളതാണ്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, മാജിക് ബോളിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ? പുതിയ മേഖല തിരിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലെ അവസ്ഥ? മഞ്ജുഷ, ഇതാണ് ടോട്ടൽ ചിത്രം. 43 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ബി.ജെ.പി മുന്നേറുന്നു. ആം ആദ്മി പാർട്ടി 27 മണ്ഡലങ്ങളിൽ. നമുക്ക് ഇനി റീജിയൻ വൈസ് കൂടി നോക്കാം. നമുക്ക് ചാന്ദിനി ചൗക്ക് മേഖല നോക്കാം. ചാന്ദിനി ചൗക്കിലെ ചിത്രം ഇതാണ്. ചാന്ദിനി ചൗക്കിൽ 2020 ചിത്രവും 2025 ചിത്രവും കൊടുക്കണം. 2020 ചിത്രം ചാന്ദിനി ചൗക്കിൽ ഇതായിരുന്നു. പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയുടെ മേഖലയായിരുന്നു. അത് 2025 വരുമ്പോൾ, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം ലീഡ് വരുന്നത് അവിടെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റമുണ്ട്. പക്ഷേ അവിടെ രണ്ടിടത്ത് ബി.ജെ.പിക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട റീജിയൻ നോക്കിയാൽ ഈസ്റ്റ് ഡൽഹിയാണ്. ഈസ്റ്റ് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് ഡൽഹിയിലും 2020 അവസ്ഥ ആദ്യം നോക്കാം. 2020 അവസ്ഥ ഈസ്റ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ 3 ഇടത്ത് മാത്രമാണ് ബി.ജെ.പിക്ക് മുന്നേറ്റം ഉണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു. അവിടുത്തെയും 2025 നിലവിലെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ബി.ജെ.പിക്കാണ് മുന്നേറ്റം. ബി.ജെ.പി 6-7 സീറ്റുകളിൽ ബി.ജെ.പിക്ക് ആണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 3 സീറ്റുകളിൽ മാത്രമാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മേഖല നോക്കിക്കഴിഞ്ഞാൽ അത് ന്യൂഡൽഹി മേഖലയാണ്. ന്യൂഡൽഹി മേഖലയൊക്കെ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ വിജയിച്ച മേഖല തന്നെയാണ്. ആ മേഖലയിലെ ഈ വർഷത്തെ അവസ്ഥ കൂടി നോക്കാം.
2025 2025 2025 രണ്ട് സീറ്റ്, ഇത് ന്യൂഡൽഹി സീറ്റാണ്, 40 എന്ന് പറയുന്നത് ന്യൂഡൽഹി സീറ്റ്. 2 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ബാക്കി സീറ്റുകളിലെല്ലാം തന്നെ ഇപ്പോൾ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് BJPക്കാണ്. ഇത് പൂർണ്ണമായും പച്ച നിറമായിരുന്നു കഴിഞ്ഞ തവണ എന്നത് ആലോചിക്കണം. 2020-ലും അതോടൊപ്പം തന്നെ 2015-ലും പൂർണ്ണമായും മധ്യവർഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ഡൽഹിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. അവിടേക്കും BJP വലിയ തോതിലേക്ക് കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ക്ഷമിക്കണം, നോർത്ത് വെസ്റ്റ് ഡൽഹിയും നോർത്ത് ഈസ്റ്റ് ഡൽഹിയും ഒരുമിച്ചെടുക്കാം. ഈ രണ്ട് അവസ്ഥകൾക്ക് ഇതാണ്. അവിടെയും BJPക്കാണ് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2020-ൽ ഈ മേഖലയിലെ അവസ്ഥ ഇതായിരുന്നു. 2020-ൽ ഈ മേഖലയിൽ 4 സീറ്റുകൾ BJPക്ക് ലഭിച്ചുവെങ്കിൽ അന്ന് മഹാഭൂരിപക്ഷം സീറ്റുകൾ ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റീജിയൻ എന്ന് പറയുന്നത് സൗത്ത് ഡൽഹിയാണ്. സൗത്ത് ഡൽഹിയെ സംബന്ധിച്ച് ഇതാണ് സൗത്ത് ഡൽഹിയുടെ ചിത്രം. സൗത്ത് ഡൽഹിയിൽ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു. ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് സൗത്ത് ഡൽഹിയിൽ ഇപ്പോഴും ആ സ്വാധീനമുണ്ട് എന്ന് വേണം കരുതാൻ. സൗത്ത് ഡൽഹിയിലെ 2025-ലെ 2025 അവസ്ഥ ഇതാണ്. 2025-ൽ സൗത്ത് ഡൽഹിയിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 1 സീറ്റിൽ മാത്രമാണ് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അവിടുത്തെ 3 സീറ്റുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി 7 സീറ്റുകളിലും മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ BJP തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വെസ്റ്റ് ഡൽഹിയാണ്. വെസ്റ്റ് ഡൽഹിയിലെ അവസ്ഥ ഇതാണ്. വെസ്റ്റ് ഡൽഹിയിൽ ഇപ്പോഴത്തെ BJP ആം ആദ്മി പാർട്ടിക്ക് ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ പൂർണ്ണമായും BJPയുടെ ഒരു ആധിപത്യം തന്നെയാണ്. ഇവിടെ 2020-ൽ എന്തായിരുന്നു അവസ്ഥ എന്ന് നോക്കാം നമുക്ക്. 2020-ൽ അവിടുത്തെ അവസ്ഥ പൂർണ്ണമായും ആം ആദ്മി പാർട്ടി മാത്രം വിജയിച്ച ഒരു സ്ഥലത്താണ് ഇപ്പോൾ BJPക്ക് മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യമായ ഒരു പിടിച്ചു നിൽക്കാൻ അങ്ങനെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിട്ടില്ല. എല്ലായിടത്തും ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ വലിയ തോതിലേക്കാണ് BJP കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ റീജിയൻ ഡൽഹിയെ ടോട്ടലായി നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വിഷയം 2020-ൽ ആം ആദ്മി പാർട്ടി വിജയിച്ച മണ്ഡലങ്ങൾ, ആ വിജയിച്ച മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടി 2020-ൽ വിജയിച്ച മണ്ഡലങ്ങളാണ്. അതിൽ ഇപ്പോൾ 2025-ലെ അവസ്ഥ ഇതാണ്. 2025-ലേക്ക് വരുമ്പോൾ ഈ പൂർണ്ണമായും പച്ചനിറത്തിൽ നിന്നിരുന്ന ഒരു സ്ഥലം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJP ഇത്രയും മണ്ഡലങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഏകദേശം 38 മണ്ഡലങ്ങൾ ആകെ ലഭിച്ച സീറ്റുകളിൽ 38 മണ്ഡലങ്ങളും BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ 38 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. നേരത്തെ ക്ലോസ് കോൺടെസ്റ്റ് നടന്ന സ്ഥലങ്ങൾ നമ്മൾ പരിശോധിച്ചു. അവിടെയും 4 സീറ്റുകളിലാണ് BJP കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നെങ്കിൽ ഇത്തവണ അവിടെയും കൂടുതൽ സീറ്റുകളിലേക്ക് BJPയുടെ ഒരു ആധിപത്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. ആം ആദ്മി പാർട്ടി പതിയെങ്കിലും അവസാന ഘട്ടത്തിലൊക്കെ നില BJP ഭരണം ഉറപ്പിക്കാം എന്നൊക്കെ പറയുമ്പോഴും ആം ആദ്മി പാർട്ടി വല്ലാതെ പിന്നോക്കം പോകാതെ ഒരു നില മെച്ചപ്പെടുത്തുന്ന അവസ്ഥ കൂടി വരുന്നുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോൾ കണക്കുകൾ പ്രകാരം 70 സീറ്റുകളിൽ BJP 44, ആം ആദ്മി പാർട്ടി 26, കോൺഗ്രസിന് ഒറ്റ സീറ്റുമില്ല. ഇതാണ് സാഹചര്യം. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ അരവിന്ദ് കെജ്രിവാളും സിസോദിയും ഒക്കെ പിന്നിലായിരുന്നെങ്കിൽ ഈ 2 പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇപ്പോൾ ലീഡിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്.